ആകസ്മികമായി തനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായി കണക്കാക്കി ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വാതിലിനടുത്തേക്ക് നീങ്ങി. ഇരുമ്പഴികൾക്കപ്പുറത്ത് മഞ്ഞ നിറത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ചുമായി അതിസുന്ദരിയായ ഒരു യുവതി നിന്നിരുന്നു. അവൾ കറുപ്പ് നിറത്തിലുള്ള ഒരു സാരി ധരിച്ചിരുന്നു. പിന്നിലെ തുമ്പുകൊണ്ട് തല മറിച്ചിരുന്നതിനാൽ ഇരുണ്ട സാരിയും നിറവും കൂടി അലിഞ്ഞു ചേർന്നിരുന്നു. കറുപ്പിൽ അവളുടെ വദനങ്ങൾ അഗ്നിജ്വാല പോലെ കത്തി നിന്നു. തലമുടി കൊണ്ടവൾ മുഖത്തിന്റെ പകുതി മറിച്ചിരുന്നു. ഇടതുവശം മാത്രമേ ആ പ്രകാശത്തിൽ വ്യക്തമായിരുന്നുള്ളൂ. ഒരു പ്രഗത്ഭനായ ഫോട്ടോഗ്രാഫർ നിർമ്മിച്ച ചലച്ചിത്രത്തിലെ ഒരു രംഗം പോലെ അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ പുഷ്പരാജിന് തോന്നി. കമ്പിയഴിയിൽ പിടിച്ച അദ്ദേഹം അവളെ നോക്കി. വരൂ, ശബ്ദിക്കരുത്, അവൾ മുരടനക്കി. കയ്യിലിരുന്ന വിളക്ക് കെടുത്തി അവൾ സാവധാനം വാതിലിന്റെ പാടി തുറന്നു. പുഷ്പരാജ് ഒരു തവണ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയതിനു ശേഷം അവളെ അനുഗമിച്ചു. ഇരുളടഞ്ഞ ഒരു ഇടനാഴിയിൽ കൂടി അവർ നടന്നു. 10 അടി ദൂരം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുകൈ ഒരു കമ്പിയിൽ സ്പർശിച്ചു. താൻ കിടന്നതുപോലെയുള്ള ഒരു മുറിയുടെ വാതിലായിരുന്നുവെന്ന് അദ്ദേഹം ഊഹിച്ചു. അപ്പോൾ ചങ്ങലയുടെ ശബ്ദം കേട്ടത് ആ ഭാഗത്തു നിന്നായിരിക്കണമെന്ന് പുഷ്പരാജ് സംശയിച്ചു. ആരായിരിക്കും അതിനുള്ളിൽ ബന്ധനസ്ഥയായിരിക്കുന്നത്? ഒരുപക്ഷെ സൗദാമിനി ആയിരിക്കുമോ? തന്നെ നയിച്ചു കൊണ്ടുപോകുന്ന യുവതിയോട് ചോദിച്ചാൽ അവൾ പറഞ്ഞു തരുമോ? അവൾ ഏതു തരക്കാരിയാണെന്നും അവളുടെ ലക്ഷ്യം എന്താണെന്നും അദ്ദേഹത്തിന് യാതൊരു ലാഞ്ചനയും ലഭിച്ചിരുന്നില്ല. വീണ്ടും തന്നെ ഒരു അപകടത്തിലേക്ക് അവൾ വലിച്ചഴിച്ചതായിരിക്കുമോ? സൂക്ഷിച്ചു കയറണം, അവളുടെ നേരിയ ശബ്ദം. മുകളിലേക്കുള്ള വീതി കുറഞ്ഞ പടികളോട് കൂടിയ സ്റ്റെയർ കേസിന്റെ വശങ്ങളിലുള്ള കൈവരിയിൽ പിടിച്ച് അദ്ദേഹം കയറി. അവൾ ഒരു വാതിൽ തുറന്നു. കടന്നിരിക്കൂ. അവളുടെ കൈ ചുവരിൽ സ്പർശിച്ചു. നീല നിറത്തിലുള്ള ബൾബ് മുറിയിൽ കത്തി. അവളുടെ നിർദ്ദേശപ്രകാരം പുഷ്പരാജ് മുറിക്കുള്ളിൽ കടന്നിരുന്നു. അവൾ ജനാല തുറന്നിട്ടു. ബാഹ്യാന്തരീക്ഷത്തിലെ തണുത്ത കാറ്റ് ഉള്ളിൽ കടന്ന് ശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം തോന്നി. ഫ്രിഡ്ജിൽ നിന്ന് അവൾ ഒരു കുപ്പി ബിയർ എടുത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു. ഒരു ഓപ്പണർ എടുത്ത് കുപ്പിയുടെ അടപ്പ് തുറന്ന് ഗ്ലാസ് ചരിച്ചു പിടിച്ച് അവൾ അതിൽ കുറേശ്ശെയായി ഒഴിച്ചു. അവൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച പരിചയമുണ്ടെന്നതിന് അത് മതിയായ തെളിവായിരുന്നു. ഇത് കുടിക്കൂ, താങ്കൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. ഈ മുറി എന്റെ സ്വന്തം ഉപയോഗത്തിനുള്ളതാണ്. അവൾ ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിൽ നിന്ന് വറുത്ത 2 കഷ്ണം ഇറച്ചിയെടുത്ത് പ്ലേറ്റിൽ വെച്ചു. ഭവതിയുടെ പേര്? ബിയർ സംതൃപ്തിയോടെ കഴിച്ച് ചെറി തുടച്ച ശേഷം പുഷ്പരാജ് പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി ഫോർക്ക് കൊണ്ട് കുത്തി വായിലിട്ടു. എന്റെ പേര് സാൽവാനിയ. ഞാൻ ഈ ഹോട്ടലിലെ ഒരു നർത്തകിയാണ്. താങ്കളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അവൾ വശ്യമായൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ നേരെ കണ്ണയച്ചു. വായിലിട്ട ഇറച്ചി കഷ്ണം ചവച്ച് നിർത്തി അദ്ദേഹം അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി ഉയർത്തി. തന്നെ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത്ര നിഗൂഢമായ സ്ഥലത്ത് ആരും അറിയാത്ത രീതിയിൽ കയറുകയും ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്ത ശേഷം ഒരു സാധാരണ ഹോട്ടൽ നർത്തകി തന്നെ വളരെ അനായാസകരമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൾ സാധാരണക്കാരിയല്ലെന്ന് അദ്ദേഹത്തിന് തീർച്ചയായി. ഏതെങ്കിലും കള്ളക്കടത്ത് സംഘവുമായി അവൾക്ക് ബന്ധമുണ്ടായിരിക്കണം. അല്ലാതെ തന്നെ ഇത്ര പെട്ടെന്ന് തിരിച്ചറിയുവാൻ യാതൊരു കാരണവും കാണുന്നില്ല. ഭവതി ഞാൻ ആരാണെന്നാണ് ധരിച്ചിരിക്കുന്നത്? ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ പുഷ്പരാജ്. അവൾ അത് പറഞ്ഞ ശേഷം വളകിലുകും പോലെ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പെട്ടെന്ന് അറിയാതെ ഞെട്ടി. ഇനി യാതൊന്നും ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. അവൾ ആരായിരുന്നാലും തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ പരിതസ്ഥിതിക്ക് അവളുടെ സഹായം ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും അവളുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി. എന്നെ ഭവതി ഏതു തരത്തിലാണ് മനസ്സിലാക്കിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പുഷ്പരാജ് നയപരമായി അവളോട് അടുക്കുവാൻ തീരുമാനിച്ചു. താങ്കൾ കുറെ നാൾ ബോംബെയിൽ ഉണ്ടായിരുന്നതായി എനിക്കറിയാം. അതുകൂടാതെ ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ താങ്കളെ കണ്ടിട്ടുണ്ട്. ഒരു നർത്തകിയെ കാണാതായതിനെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു അത്. താങ്കളെ സഹായിക്കുവാൻ റേച്ചൽ എന്ന പേരുള്ള സ്ത്രീയും ഉണ്ടായിരുന്നു. അവൾ കോട്ടയത്ത് നടന്ന ഒരു കള്ളനോട്ട് കേസുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചു. പ്രമാദമായ കള്ളനോട്ട് കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പുഷ്പരാജ് എറണാകുളത്തും ബോംബെയിലും നടന്നതുകൂടി അവൾ അറിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് അവൾ ഏതെങ്കിലും കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവളായിരിക്കുമോ? അദ്ദേഹത്തിന് സംശയം തോന്നി. സാധാരണ സ്മഗ്ലിങ്ങുമായി ഹോട്ടൽ നർത്തകികൾക്ക് ബന്ധമുണ്ടായിരിക്കുമെന്ന് പുഷ്പരാജ് അനുഭവങ്ങൾ വെച്ച് ചിന്തിച്ചു. ചിലപ്പോൾ അപകടകാരികളായിരിക്കുമെങ്കിലും ചുരുക്കം ചില അവസരങ്ങളിൽ അവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാറുണ്ട്. ഏതെങ്കിലും ഊരാക്കുടുക്കിൽപ്പെട്ട ശേഷം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയായിരിക്കും
അവർ പോലീസിനെ സഹായിക്കാറുള്ളത്. കൊലപാതകങ്ങൾ, അന്താരാഷ്ട്ര കള്ളക്കടത്തുകൾ, കൊള്ള മുതലാളിയിൽ നിന്നും മാപ്പുസാക്ഷികളായി തെളിവ് നൽകിയവർ ഈ കൂട്ടത്തിൽ ധാരാളമുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ അവറ്റകളുടെ കണ്ണിയിൽ അകപ്പെട്ടു വന്നു വരും. പ്രഗത്ഭരായ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥരെ പരാജയപ്പെടുത്തുന്നതിലും ഇവർ വൈദഗ്ധ്യമുള്ളവരാണ്. ഭവതി ഇവിടെ കടന്നുകൂടാനുണ്ടായ സാഹചര്യം എന്താണ്? പുഷ്പരാജ് നിശബ്ദതയ്ക്ക് വിരാമമിട്ടു. ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. താങ്കളോട് ഞാൻ തുറന്നു പറയാമല്ലോ. ബോംബെയിൽ വെച്ച് എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു. വിദേശത്ത് നിന്ന് വന്ന ഒരു സ്കോട്ട്ലൻഡുകാരനെ അപകടപ്പെടുത്തി. അയാളുടെ കൈവശമുണ്ടായിരുന്ന വിലപിടിച്ച രത്നങ്ങൾ അപഹരിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടു. ഞാൻ വളരെ സമർത്ഥമായി അതിനെ നേരിട്ടെങ്കിലും സന്ദർഭവശാൽ അയാൾ അപമൃത്യുവിനിരയായി. അയാൾ എപ്രകാരം മൃതി അടഞ്ഞുവെന്ന് എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നമായി തോന്നുന്നു. അന്ന് രാത്രി ഞാനും അയാൾ ഒരു മുറിയിലാണ് ഉറങ്ങിയത്. നേരം വെളുത്തപ്പോ അയാൾ അപ്രത്യക്ഷനായിരുന്നു. കൈവശമുണ്ടായിരുന്ന രത്നങ്ങൾ ഞാൻ അറിയാതെ തന്നെ അപഹരിക്കപ്പെട്ടിരുന്നു. ഹോട്ടലുടമ എന്നെ ഭീഷണിപ്പെടുത്തി. അയാളുടെ മരണത്തിന് കാരണക്കാരി ഞാനാണെന്നും ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരുമെന്നും അയാൾ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഒളിച്ചു പോന്നു. ഈ ഹോട്ടലിന്റെ മാനേജർ എനിക്ക് അഭയം തന്നു. ഇപ്പൊ ഞാൻ വേറെ ഒരു പേരിൽ ഇവിടെ കഴിഞ്ഞുകൂടുന്നു. ഇതിനു മുമ്പുണ്ടായ പേരെന്താണ്? പുഷ്പരാജ് എന്തോ ഓർമ്മിച്ചതുപോലെ അവളുടെ മുഖത്തു നിന്നും ദൃഷ്ടി പതിക്കാതെയായിരുന്നു ചോദിച്ചത്. എന്റെ പേര് റെബേക്ക എന്നായിരുന്നു. റെബേക്ക? റെബേക്ക? പുഷ്പരാജ് 2 തവണ ആ പേര് ഉച്ചരിച്ചു. റെബേക്ക ഗുൺസാൽവസ് അല്ലേ? പുഷ്പരാജ് ചോദിച്ചു. അതെ, അവൾ വിസ്മയത്തോടെ പറഞ്ഞു. ഞാൻ ഭവതിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അപ്രത്യക്ഷയായ വിവരവും എനിക്കറിയാം. ഞാൻ ഭവതിയെ തേടി പല പ്രാവശ്യം ബോംബെക്ക് പോയി. പക്ഷേ വിവരം ലഭിച്ചില്ല. ഒരു രാത്രി ഭവതിയുടെ നൃത്തം ഇതേ ഹോട്ടലിൽ വെച്ച് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അന്ന് എനിക്ക് നേരിയ സംശയം തോന്നി. ഏതായാലും പരിചയപ്പെട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഭവതിക്ക് ഹോട്ടലിൽ നടന്ന പോർച്ചുഗീസുകാരന്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ കഴിയുമോ? പുഷ്പരാജ് തിരക്കി. അറിഞ്ഞുകൂടാ. അന്ന് രാത്രി അയാൾ പതിവിൽ കൂടുതൽ മദ്യപിച്ചിരുന്നു. ഞാനും അല്പം വിസ്കി കഴിച്ചു. അയാൾക്ക് നൽകുവാൻ ഹോട്ടലുടമ എന്തെങ്കിലും ഭവതിയെ ഏൽപ്പിച്ചിരുന്നുവോ? ഇല്ല, യാതൊന്നും തന്നില്ല. ഭവതി ഉണർന്നപ്പോൾ വാതിൽ തുറന്നു കിടന്നിരുന്നുവോ? ഉവ്, തുറന്നിരുന്നു. അതായിരുന്നു എനിക്ക് സംശയം. പുറത്തുനിന്ന് അയാളെ ആരെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കണം. എന്നാ കിടന്നപ്പോൾ ഞാൻ തന്നെയായിരുന്നു വാതിലുകൾ ബന്ധിച്ചിരുന്നത്. അയാൾ രാത്രി ഇടയ്ക്ക് ഉണർന്നതായിരിക്കുമോ? അതായിരിക്കുവാനാണ് സാധ്യത. പക്ഷേ അയാളുടെ രാത്രി വസ്ത്രങ്ങൾ മുറിയിൽ കിടന്നിരുന്നു. ഒരുപക്ഷെ അയാളെ വധിച്ച ശേഷം നഗ്നമായ മൃതശരീരം വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിച്ചതായിരിക്കണം. അവൾ ആരോടുന്നില്ലാതെ പുലമ്പി. എന്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെവിടെ പോയി? സൗദാമിനിയെക്കുറിച്ച് അവളിൽ നിന്ന് എന്തെങ്കിലും അറിയാമെന്ന് കരുതി പുഷ്പരാജ് ആരാഞ്ഞു. ഉവ്, താങ്കളുടെ മുറിയിൽ ഉണ്ടായിരുന്ന യുവതി. അതെങ്ങനെ? ഭവതി അവളെ കണ്ടു കാണും. ഉവ്, എനിക്ക് അവളെ അറിയാം. ഒരു സൗദാമിനി. അവൾ ഈ ഹോട്ടലിൽ സാധാരണ വന്ന് താമസിക്കാറുണ്ട്. മാനേജറുമായി വളരെ അടുപ്പത്തിലാണ്. മാനേജറുമായി അടുപ്പത്തിലാണോ? പുഷ്പരാജിന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. താൻ വിശ്വസിച്ചിരുന്ന സൗദാമിനി ഈ ഹോട്ടൽ മാനേജറുടെ അടുത്ത ആളാണെങ്കിൽ അവളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താൻ തടവിൽ കിടന്നിരുന്ന മുറിയുടെ അടുത്ത് മുറിയിൽ ഒരാളുടെ ശബ്ദം സൗദാമിനിയുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് പുഷ്പരാജിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് ആരുടേതായിരിക്കും? അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന മൃതശരീരം അടക്കം ചെയ്ത കല്ലറയുടെ രഹസ്യം എന്താണ്? ഭൂഗർഭ മുറിയിൽ വെച്ച് തന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന അസ്ഥിപഞ്ജരത്തിന്റെ ഉടമസ്ഥൻ ആരായിരിക്കും? ആകപ്പാടെ ഈ ഹോളിൽ ഭീകര രംഗങ്ങളുടെ ഒരു കലവറയാണ്. പുറത്ത് വഴിവിളക്കുകളുടെ ഒരു ഗന്ധർവ നഗരം സൃഷ്ടിക്കുന്ന ഹോട്ടൽ സൈക്കോയുടെ അന്തർഭാഗത്ത് എന്തെല്ലാം ഭീകര സംഭവങ്ങൾ നടക്കുന്നു. എന്നാൽ അതൊന്നും തെളിയിക്കാൻ പറ്റിയ തരത്തിലല്ല താനും. ഭവതിക്ക് സൗദാമിനിയെ ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടോ? പുഷ്പരാജ് അന്വേഷിച്ചു. അത് ഞാൻ എങ്ങനെയാണ് അറിയുക? എങ്കിലും താങ്കൾ അവളിൽ ദൃഷ്ടി വയ്ക്കുന്നത് താങ്കളുടെ കേസന്വേഷണത്തിന് തടസ്സമില്ലാതെ വന്നേക്കും. എന്നാലും എന്റെ സഹായ സഹകരണങ്ങളും താങ്കൾക്ക് പ്രതീക്ഷിക്കാം. ഈ സംഭവത്തിന്റെ ഉള്ളുകല്ലുകൾ വെളിച്ചത്ത് വന്നാലേ എനിക്ക് ഞാനായി ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയൂ. അതിന് ഞാൻ താങ്കളുടെ സഹായം ആഗ്രഹിക്കുന്നു. അവൾ വീണ്ടും ഫ്രിഡ്ജ് തുറന്നു. ജലഗണങ്ങൾ പുറത്തു പറ്റി പിടിച്ചിരുന്ന തണുത്ത ഒരു കുപ്പി ബിയർ അവൾ വീണ്ടും എടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. 2 സാൻഡ്വിച്ചസ് എടുത്ത് പ്ലേറ്റിൽ വെച്ചു. അത് കഴിക്കുവാൻ നിർബന്ധിച്ചു. താങ്കൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു.
എന്തെങ്കിലും കഴിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ധാരാളം കഴിക്കുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജോലി അനുസരിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം ലഭിച്ചെന്ന് വരികയില്ല. ബിയർ ഗ്ലാസ് അവൾ തന്നെ നിറച്ചു. ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നിട്ടും കൂടി അവൾ വളരെ മാന്യയായ സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയെ പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. ഒരുപക്ഷെ അവൾ വെളിപ്പെടുത്തിയത് കൂടാതെ മറ്റു പല കഥകളും പിന്നിൽ കണ്ടെന്നു വരാം. അവൾ പേര് വരെ മാറ്റിയിരിക്കുന്നു. ബിയർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം അവളുടെ പൂർവ്വകാലം എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ചിലതെല്ലാം ഒളിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് സംശയം ജനിച്ചു. അവളുടെ മുറിയിൽ വെച്ച് തന്നെയാണ് പോർട്ടുഗീസുകാരനെ കാണാതായതെന്ന് അവൾ തുറന്നു സമ്മതിക്കുന്നുണ്ട്. അത് എപ്രകാരമാണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടതാനും. ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അപ്രത്യക്ഷനായത്. അതും സംശയാസ്പദമായ സാഹചര്യത്തിലാണ്. ഹോട്ടൽ മാനേജറെ ഭവതി ഭയപ്പെടുന്നുണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നത്? അവൾ പെട്ടെന്ന് പറഞ്ഞു. അതല്ല, ഈ ഹോട്ടലിലെ നർത്തകികളുടെ മേൽ മാനേജർക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? അങ്ങനെ സ്ഥിരമായി ജോലി ചെയ്യുന്ന നർത്തകികൾ ഇവിടെ ഇല്ല. ഒരാഴ്ചയിൽ കൂടുതൽ ഇവിടെ ആരും നൃത്തം ചെയ്യാറില്ല. അതിനിടയ്ക്കുള്ള ബന്ധങ്ങളെ മാനേജറുമായി ഉണ്ടാവുകയുള്ളൂ. അടുത്തുള്ള മുറികളിൽ നിന്നും യാതൊരു ശബ്ദവുമില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ചുറ്റിലുമുള്ള മുറികളിൽ ആരും തന്നെ താമസമില്ലെന്ന് പുഷ്പരാജിന് തോന്നി. ഭൂനിരപ്പിൽ നിന്നും താഴെയുള്ള ഒരു രഹസ്യ അറ തന്നെയായിരിക്കും അതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എങ്കിലും ആധുനിക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനുള്ളിലുണ്ടായിരുന്നു. എയർ കണ്ടീഷൻ വരെ അതിൽ ഏർപ്പെടുത്തിയിരുന്നു. കവർച്ച ചെയ്യപ്പെട്ട രത്നങ്ങൾ ആരുടെ പക്കലാണ് എത്തിച്ചേർന്നതെന്ന് ഭൗതിക്ക് സംശയമുണ്ടോ? പുഷ്പരാജ് ദീർഘസമയത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു. അറിഞ്ഞുകൂടാ. നേരം വെളുത്തപ്പോ രത്നങ്ങൾ അടങ്ങിയ പെട്ടിയും അയാളും അപ്രത്യക്ഷമായിരുന്നു. ഏത് ഹോട്ടലിലാണ് അന്ന് ഭൗതി താമസിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ. ബോംബെയിലുള്ള ഒരു വലിയ ഹോട്ടലിലാണ്. അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാനേജർ എന്ന് ഞാൻ പറഞ്ഞത് ശമ്പളക്കാരനാണ്. ഉടമസ്ഥനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു വലിയ പണക്കാരനാണെന്ന് മാത്രം അറിയാം. ഇല്ലില്ല, ഞാൻ പറഞ്ഞു തെറ്റി. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അന്ന് വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അന്ന് നൃത്തം ചെയ്തിരുന്നത്. ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തെ കാണിച്ചു തന്നത്. അവ്യക്തമായ വെളിച്ചത്തിലെ അതെനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇനി ഒരിക്കൽ കണ്ടാലും തിരിച്ചറിഞ്ഞുവെന്ന് വരില്ല. അവൾ പണ്ട് നടന്നൊരു സംഭവം ഓർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നടന്നിട്ടുള്ള അജ്ഞാതമായ അന്തർധാനത്തെക്കുറിച്ച് ഭൗതിയുടെ അഭിപ്രായം എന്താണ്? പുഷ്പരാജ് ട്രെയിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് എടുത്ത് അതിന്റെ പാളികൾ അടർത്തി അവയെ ഘടിപ്പിച്ചിരുന്ന ജാമിന്റെ വയലറ്റ് നിറത്തിൽ നോക്കുകയും ഇടയ്ക്ക് അവ തമ്മിൽ വീണ്ടും ഇണചേർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വളരെ അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടഞ്ഞു കിടക്കുന്ന വാതിൽ അതും ഉള്ളിൽ നിന്ന് തഴുതിട്ടത്. ആളെ കാണാതാവുക വളരെ വിസ്മയകരമായിരിക്കുന്നതല്ലോ. എനിക്ക് തോന്നുന്നത് ആ മുറിക്കുള്ളിൽ എത്തുവാൻ വേറെ ഏതെങ്കിലും രഹസ്യ മാർഗങ്ങൾ കാണുമെന്നാണ്. അവൾ കാലിയായ ഗ്ലാസ് വീണ്ടും നിറച്ചു. ഗ്ലാസ് ചരിച്ചു പിടിക്കാഞ്ഞതുകൊണ്ട് സോപ്പ് പൗഡർ ചൂടുവെള്ളത്തിൽ കലർത്തിയതുപോലെ 2 ഇഞ്ച് കനത്തിൽ പത ഉയർന്നു നിന്നു. അടിയിൽ നിന്നും ചെറിയ പതകൾ നീന്തി തിരക്കി മുകളിലേക്ക് എത്തി വലുതായി. അതിൽ ആ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും ഉൾക്കൊണ്ട ശേഷം പൊട്ടിത്തകർന്ന് ശൂന്യതയിൽ ലയിച്ചുകൊണ്ടിരുന്നു. ഇല്ല, അങ്ങനെ വരുവാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ആ മുറി വളരെ വിദഗ്ധമായ രീതിയിൽ പരിശോധിച്ചു നോക്കി. ഭവതിയുടെ അഭിപ്രായത്തോട് യോജിക്കുവാൻ തരമില്ല. അതിനുള്ളിൽ വേറെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഭവതി വിചാരിച്ചാൽ എന്നെ സൗകര്യത്തിൽ സഹായിക്കുവാൻ കഴിയും. എങ്ങനെ? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറയാം, അദ്ദേഹം തുടർന്നു. ഭവതി ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ, ഒരു അപകടത്തെ തുടർന്നാണ് ഈ വിധത്തിലായി തീർന്നതെന്ന്. അന്നൊരിക്കൽ ഒരു പോർട്ടുഗീസുകാരനെ കുറിച്ച് ഭവതി പറഞ്ഞില്ലേ? അയാൾ അന്തർധാനം ചെയ്തത് ഏത് പ്രകാരമാണെന്ന് കണ്ടുപിടിച്ചാൽ ഭവതിയുടെ പേരിലുള്ള കളങ്കം അവസാനിക്കുകയും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ കഴിയും. ഡിറ്റക്റ്റീവ് രാജിന്റെ സംഭാഷണം അവളുടെ മുഖത്ത് ചലനങ്ങൾ ഉണ്ടാക്കി. അവൾ നിമിഷങ്ങളോളം ചൂണ്ടുവിരലിലെ ചെത്തി ഒരുക്കി ചായം പിടിപ്പിച്ച നഖം കൊണ്ട് മേശപ്പുറത്ത് അവ്യക്തമായ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. പുഷ്പരാജ് അവളുടെ ഭാവഭാവാദികളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ മറുപടിക്കായി കാത്തു. വരൂ, ഇനി അധിക സമയം നാം ഇവിടെ നിൽക്കരുത്. അവൾ ഒരു തീരുമാനത്തിലെത്തിയതുപോലെ എണീറ്റ് കിഴക്ക് വശത്തുള്ള വാതിൽ തുറന്നു. നമുക്ക് ഇവിടെ നിന്നും കഴിയുന്നത് വേഗം രക്ഷപ്പെടണം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ മുതൽ ഞാനൊരു അപകട മേഖലയിലാണ്. എനിക്കുണ്ടാകുന്ന ആപത്തുകൾ താങ്കൾക്ക് കൂടിയുള്ളവയാണ്. ഇതാ, കയറി നിൽക്കൂ. അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് പുഷ്പരാജ് കയറി നിന്നു.
അതൊരു രഹസ്യ ലിഫ്റ്റായിരുന്നു. ഒരു ചുവന്ന ബട്ടണിൽ വിരലമർത്തിയപ്പോൾ നിശബ്ദമായി അത് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഹോട്ടലിന്റെ പിൻവശത്തുള്ള ഒരു ഇടുങ്ങിയ മുറിയിൽ അവർ എത്തിച്ചേർന്നു. ഈ മാളത്തിൽ കൂടി നമുക്ക് പുറത്തു കടക്കണം. പുഷ്പരാജ് പുറത്തെ സ്വതന്ത്രമായ വായു ശ്വസിച്ചു. ടാക്സി! ഉറക്കത്തിന്റെ പിടിയിൽ അമർന്ന് സ്റ്റിയറിംഗിൽ തലവെച്ച് കിടന്നിരുന്ന ഡ്രൈവറെ അവൾ വിളിച്ചുണർത്തി. കയറിക്കോളൂ, അവൾ പറഞ്ഞു. പുഷ്പരാജ് അവളോടൊപ്പം കാറിന്റെ പിന്നിൽ കയറിയിരുന്നു. ഇരുളിൽ ഓളിയിട്ടുകൊണ്ട് കാർ പാഞ്ഞു. എവിടെ പോകണം? ഡ്രൈവർ തിരക്കി. കാളീക്ഷേത്രത്തിൽ, അവൾ മറുപടി നൽകി. വളവുകൾ അതിവേഗതയിലെടുത്ത് ഡ്രൈവർ മിന്നലി പോലെ വാഹനം വിട്ടുകൊണ്ടിരുന്നു. പ്രധാന പാതയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഇടുങ്ങിയ വഴിയിൽ കൂടി യാത്ര ആരംഭിച്ചു. ഇരുവശവും പടർന്നു ചാഞ്ഞു നിന്നിരുന്ന വൃക്ഷത്തിന്റെ ഇലകൾ പാതയെ ആക്രമിച്ച് കടന്നിരുന്നതിനാൽ ഒരു ഗുഹയിൽ കൂടി കടന്നുപോകുന്ന പ്രതീതി ജനിപ്പിക്കും. കാളീക്ഷേത്രം എന്ന് ഭവതി ഉദ്ദേശിച്ചത് എന്താണ്? പുഷ്പരാജ് ചോദിച്ചു. അതുതന്നെയാണ്. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. അവിടേക്കാണ് താങ്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവൾ വാനിറ്റി ബാഗിൽ നിന്നും ഒരു ചെറിയ ഡയറിയുടെ ആകൃതിയിലുള്ള ടോർച്ച് പുറത്തെടുക്കുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് സമീപമായെന്ന് പുഷ്പരാജിന് തോന്നി. അതിനിടെ പുഷ്പരാജ് തന്റെ സിഗാർ ലൈറ്റർ എടുത്ത് അതരത്തോട് ചേർത്ത് പിടിച്ച് കോഡ് ഭാഷയിലുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. താൻ ഹോട്ടലിൽ നിന്ന് പുറത്തു കടന്നതും സഞ്ചരിക്കുന്ന മാർഗവും ആ പാട്ടിൽ അന്തർലീനമായിരുന്നു. തനിക്കൊരു അപകടം സംഭവിച്ചാൽ അടുത്ത നിമിഷം പാഞ്ഞു വന്ന് രക്ഷിക്കാനുള്ള സജ്ജീകരണം പോലീസ് ചെയ്തിരുന്നു. അന്ധകാരം ഒളിഞ്ഞിരുന്ന പാതയിൽ നിന്ന് കുറ്റിച്ചെടികൾ മാത്രം അവിടെ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഒരു സ്ഥലത്ത് കാർ നിന്നു. അല്പ അകലെയായി കറുത്ത ചിത്രം പോലെ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ തകർന്ന ഗോപുരങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നു. വരൂ, അവൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. പുഷ്പരാജ് അവളെ അനുഗമിച്ചു. കറുത്ത അന്ധകാരത്തിൽ അർദ്ധചന്ദ്രനും സപ്തർഷികളും കണ്ണു ചിമ്മി നിന്നു. ചുരുണ്ടുകിടക്കുന്ന അവളുടെ തലമുടി ഇഴകളിൽ നിലാവിന്റെ തലോടലേറ്റപ്പോൾ അവ തങ്കനൂലുകൾ പോലെ തിളങ്ങി. അവളുടെ വദനത്തിന്റെ ഒരു ഭാഗം തെളിഞ്ഞും മറുഭാഗം ഇരുണ്ടും കാണപ്പെട്ടു. ക്ഷേത്രത്തിന് അഭിമുഖമായി അവൾ കുറെ നേരം നിന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് കുറെ സമയം ആ പരിസരം മുഴുവൻ ഒരവലോകനം നടത്തി. അടുത്തെങ്ങും ആൾപ്പാർപ്പുള്ള ലക്ഷണമൊന്നും കണ്ടില്ല. ചുറ്റുപാടും ആരുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൾ തിരിഞ്ഞ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഇതുപോലെയുള്ള ഏകാന്തമായ ഒരു സ്ഥലത്ത് നിലാവുള്ള രാത്രിയിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയുമൊത്ത് കഴിഞ്ഞുകൂടാ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവൾ തിരിഞ്ഞു നിന്നു. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പുരുഷനുമായി തനിച്ച് സന്ധിക്കുന്നതിൽ ഭവതിയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. സാധാരണ ഒരു സ്ത്രീയും ഇതിന് ധൈര്യപ്പെടുകയില്ല. അദ്ദേഹം തന്റെ വലതുകരം പോക്കറ്റിലുള്ള റിവോൾവർ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് താങ്കളെ വിശ്വാസമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. ഇനി താങ്കളോടടുത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ നില തികച്ച ആപത്താണ്. നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു നോക്കാം. അവൾ ആ പുരാതനമായ ദേവാലയത്തിന്റെ നിഴലിൽ പ്രവേശിച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ട് നടന്നു. ഇരുവശവും നിൽക്കുന്ന കരികൽ തൂണുകളിൽ പുറത്തേക്കുന്തി ഭീമത്സരൂപികളായ വ്യാളികളെ മങ്ങിയ വെളിച്ചത്തിൽ പുഷ്പരാജ് കണ്ടു. ഒറ്റപ്പെട്ട ഒരു തൂണ് നിന്നിരുന്ന സ്ഥലത്തെത്തി അവൾ തിരിഞ്ഞു. ഇവിടെ 2 തൂണുകൾ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമോ? അവൾ ചോദിച്ചു. അവൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് അത് ബോധ്യമായത്. ഒരേ ആകൃതിയിൽ, ഒരേ വലിപ്പത്തിൽ, ഒരേ മുഖത്തോടു കൂടിയ 2 പാളികളുള്ള 2 സ്തൂപങ്ങൾക്കിടയിലായി അവൾ നിന്നിരുന്നു. ഇതാണ് മാളം. ഈ ക്ഷേത്രം ഏതോ പല്ലവ രാജാവ് പണി കഴിപ്പിച്ചതെന്നാണ് ഐതിഹ്യം. പണ്ഡിത് ദേവീക്ഷേത്രമല്ലായിരുന്നു. അവൾ സംസാരിച്ചപ്പോൾ കരിങ്കൽ ചുമരുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ഇനി താഴോട്ട് നടകളാണ്. വളരെ സൂക്ഷിച്ചിറങ്ങണം. ചിലപ്പോ വഴുക്കലുണ്ടാക്കും. ഒരിക്കലും വീഴരുത്. അവൾ ചിരപരിചിതയെ പോലെ മുമ്പിലിറങ്ങി. പടിയിറങ്ങുമ്പോൾ അവൾ ലൈറ്റ് തെളിച്ചിരുന്നില്ല. പക്ഷേ പുഷ്പരാജിന് തന്റെ ചെറിയ പെൻടോർച്ചിനെ ആശ്രയിക്കേണ്ടി വന്നു. ഉദ്ദേശം 15 അടി താഴെ എത്തിയപ്പോൾ അവൾ വലത്തോട്ട് തിരിഞ്ഞ് കൈ ചുവരിൽ പിടിച്ചു. പെട്ടെന്ന് മുകളിൽ ഒരു കരിങ്കൽ പാളി ഉരഞ്ഞു നീങ്ങുന്ന ശബ്ദം പുഷ്പരാജ് കേട്ടു. അവൾ കൈവച്ച ഭാഗത്തേക്ക് അദ്ദേഹം ലൈറ്റ് തെളിച്ച് ശ്രദ്ധിച്ചു. ഒരു ചെറിയ ആനയുടെ രൂപത്തിലുള്ള കൊമ്പിലാണ് അവൾ പിടിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ കൊമ്പിന് അല്പം സ്ഥാനചലനങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അവൾ യാതൊന്നും ഉച്ചരിക്കാതെ വലത്തോട്ട് തിരിഞ്ഞു. നാം ഒരു മുറിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി യാതൊന്നും ഭയപ്പെടാനില്ല. ഇവിടെ നിന്ന് താങ്കൾക്ക് ചില വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയും. അവൾ ഒരു വിളക്ക് കൊളുത്തി. മുറിക്കുള്ളിൽ പ്രകാശം പരന്നു. അതിനുള്ളിൽ വിശേഷവിധിയായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്തിട്ട് പണിയുന്ന രീതിയിൽ ഒരു നീണ്ട മേശയും 2 കസേരകളും കിടന്നിരുന്നു. അതിനടുത്തായി ഇരുമ്പ് കൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് തുരുമ്പ് പിടിച്ച് കിടന്നിരുന്നു.
മൂലയിൽ 3 12 വോൾട്ടിന്റെ ബാറ്ററികൾ ഒരുക്കി വച്ചിരുന്നു. അതിൽ നിന്നും പൊട്ടിയൊഴുകിയ ആസിഡ് ലവണങ്ങൾ അവിടെ വീണുറഞ്ഞ് വികൃതമായ ഒരു ചിത്രം പോലെ കിടന്നിരുന്നു. അതിനുള്ളിൽ വെച്ച് എന്തോ ചില പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളതുപോലെ പുഷ്പരാജിന് തോന്നി. ഇപ്പോൾ മുതൽ താങ്കൾ സുരക്ഷിതനാണ്. ഇവിടെ നിന്നുള്ള താങ്കളുടെ അന്വേഷണങ്ങൾ ഫലവത്തായി തീരുന്നതാണ്. പക്ഷെ ഒരു കാര്യം, എന്റെ അനുവാദം കൂടാതെ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. താങ്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. ഞാൻ പോയി വരട്ടെ. അവൾ മുറിയിൽ നിന്നും പുറത്തുപോയി. അല്പം കഴിഞ്ഞ് കരിങ്കൽ പലക നീങ്ങുന്നതിന്റെ ശബ്ദമുയർന്നു. പിന്നീട് എല്ലാം നിശബ്ദമായി. പുഷ്പരാജ് ഒരു സിഗരറ്റ് കൊളുത്തിയ ശേഷം എണീറ്റ് ബാറ്ററി ഇരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കി. അതിനടുത്തായി കിടക്കുന്ന ഒരു വസ്തു അദ്ദേഹത്തിന്റെ ദൃഷ്ടി പിടിച്ചു നിർത്തി. ചുരുണ്ടുകൂടി കിടന്നിരുന്ന ഒരു ഉറുമ്പുതീനി ആയിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടം പിടിച്ചു നിർത്തിയ വിശേഷ വസ്തു. ഇതിനു മുമ്പ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ ആ ജീവിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ശരീരം മുഴുവനും കട്ടിയുള്ള ചെതുപുലകൾ നിറഞ്ഞ ആ ജീവി ചരിത്രാതീത കാലത്ത് ഈ ഭൂമിയെ മുഴുവൻ കീഴടക്കിയിരുന്ന ബാൻഡ്രോസോറസിന്റെ ആകൃതിയിലുള്ളതായിരുന്നു. യാതൊരു ദുർഗന്ധവും അതിന്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്നില്ലെന്ന് ബോധ്യമായപ്പോൾ പുഷ്പരാജ് അതിനെ പിടിച്ചുയർത്തി നോക്കി. 20 കിലോഗ്രാം ഭാരമെങ്കിലും കണ്ടേക്കാവുന്ന ആ ജന്തുവിനെ ഒരു പന്ത് പോലെ ഉയർത്തുവാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വിസ്മയിച്ചു പോയി. അതിന്റെ ഉൾവശം പൊള്ളയായിരിക്കുമെന്ന് അദ്ദേഹം സംശയിച്ചു. അതിനെ അദ്ദേഹം മേശപ്പുറത്ത് കൊണ്ടുവന്നിട്ടു. പോക്കറ്റിൽ നിന്നും തന്റെ ചെറിയ കത്തിയെടുത്ത് നിവർത്തി. അല്പമെങ്കിലും ആർദ്രവമുള്ള അടിവശം അദ്ദേഹം കീറി. പ്രതീക്ഷിച്ചതുപോലെ ഉൾവശം പൊള്ളയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആന്തരികാവയവങ്ങൾ യാതൊന്നും തന്നെ അതിൽ അവശേഷിച്ചിരുന്നില്ല. വിചിത്രമായ ആ കാഴ്ച അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന്റെ അന്തർഗതം മന്ത്രിച്ചു. ആ ജന്തുവിന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് അവ എങ്ങനെ നീക്കം ചെയ്തു എന്നറിയാൻ ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് ആകാംക്ഷ തോന്നി. അതിന്റെ അകവശത്തേക്ക് അദ്ദേഹം ടോർച്ച് തെളിച്ചു നോക്കി. കറുപ്പ് നിറത്തിൽ ശരീരഭിത്തികൾ കരിഞ്ഞിരിക്കുന്നത് പോലെ കണ്ടു. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ സംശയത്തിന്റെ നൂലാമാലകൾ വല നെയ്തുകൊണ്ടിരുന്നു. അപ്രത്യക്ഷമായ ശരീരഭാഗങ്ങൾ. ആരെങ്കിലും ഇത് ഭക്ഷിച്ചിരിക്കുമോ? അരമണിക്കൂർ സമയം അദ്ദേഹം അതേ നിലയിൽ ആ ജന്തുവിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് കൊണ്ടുനിന്നു. അതിനിടയിൽ അകാരണമായ ഒരു ഭീതി അദ്ദേഹത്തെ വലയം ചെയ്തു. തിളച്ച എണ്ണയിൽ നിന്നും തീച്ചൂളയിലേക്ക് വീണതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി. ഹോട്ടലിലെ അടിത്തട്ടിലുള്ള ഒരു മുറിയിൽ നിന്ന് വിജനമായ സ്ഥാനത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ അധോഭാഗത്തുള്ള ഇരുളടഞ്ഞ ഗുഹയിൽ പുറത്തേക്ക് പോകുവാനുള്ള മാർഗമില്ലാതെ അദ്ദേഹം അമ്പരന്നു. നിദ്ര അദ്ദേഹത്തോട് മല്ലടിച്ചുകൊണ്ട് തന്നെയിരുന്നു. കൺപോളകൾക്ക് കനം തൂങ്ങി. പുഷ്പരാജ് പിന്നോട്ട് നടന്ന പീഠത്തിലിരുന്നു. ചുവരിൽ ചാരിയിരുന്ന് ഉറങ്ങി. കഴിഞ്ഞ കുറെ ദിവസങ്ങളോളം അദ്ദേഹം രാത്രിയും പകലും ഭേദമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൊലപാതകമാണെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ കാണാതാവുക എന്നത് കുറ്റാന്വേഷണ ശാസ്ത്രത്തിൽ അല്പം കൂടി കെട്ടുപിടഞ്ഞ ഒരു സംഭവമാണ്. ഒന്നുകിൽ പ്രേതമെങ്കിലും കണ്ടുകിട്ടണം. ചിലപ്പോ പൂർണ്ണമായും വേണമെന്നില്ല. മൃതശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ലഭിച്ചാലും മതി. അതിൽ നിന്നും വ്യക്തി ആരാണെന്നും മരണമടഞ്ഞത് ഏതു വിധത്തിലാണെന്നും ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞേക്കും. എന്നാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തികച്ചും അത്ഭുതാവഹമായ വിധത്തിലാണ്. ഹോട്ടൽ സൈക്കോയിൽ വെച്ച് 2-ലധികം പേർ അന്തർധാനം ചെയ്തിട്ടുണ്ട്. ആ മുറിയിലെല്ലാം തന്നെ നർത്തകികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പലരും സ്ഥിരബുദ്ധിയില്ലാത്തവരെ പോലെയാണ് സംസാരിച്ചത്. അതിനുള്ളിൽ എന്ത് നടന്നുവെന്ന് അവർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഏതോ മാസ്മര ലഹരിയിൽ കുറെ സമയം കഴിഞ്ഞുകൂടിയെന്ന് ഒരു യുവതി അവളുടെ അനുഭവകഥ വിശദീകരിച്ചു. അവർ മദ്യപിച്ചതായി സമ്മതിച്ചിരുന്നു. പുഷ്പരാജിനെ ക്ഷേത്രത്തിന്റെ അടിയിലെ രഹസ്യ അറയിലാക്കിയ സ്ത്രീയും പോർട്ടുഗീസുകാരനെ കാണാതായ ദിവസം മദ്യപിക്കുകയുണ്ടായെന്ന് പറയുണ്ടായി. ഉണർന്നയുടനെ സംശയത്തോടെ അദ്ദേഹം പരിസരമെല്ലാം അവലോകനം ചെയ്തു. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷേ താൻ ചാരിയിരിക്കുന്ന പരുക്കൻ കരിങ്കൽ ചുമര് കണ്ടപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ ഓരോന്നായി സ്മൃതിമണ്ഡലത്തിലേക്ക് കടന്നു വന്നു. ഒരു സിഗരറ്റ് എടുത്തു കൊളുത്തി പുറത്തിറങ്ങുവാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എണീറ്റ് വന്ന വഴിയിൽ കൂടി മുന്നോട്ട് നടന്നു. മുകളിൽ കരിങ്കൽ പാളി നീങ്ങുന്ന ശബ്ദം കേട്ട് അദ്ദേഹം ഒരു വശത്തേക്ക് നീങ്ങി മറഞ്ഞു നിന്നു. വസ്ത്രങ്ങളുടെ ചലനം അടുത്തു വന്നു. ടോർച്ച് തെളിച്ചുകൊണ്ട് തന്റെ നേർക്ക് ആരോ നടന്നു വരുന്നുണ്ട്. സൗദാമിനി. അറിയാതെ അദ്ദേഹത്തിന്റെ നാവ് മന്ത്രിച്ചു. വരൂ, ഇവിടെ അധികം സമയം നിൽക്കരുത്. അവളുടെ സ്വരമുയർന്നു. ഇവിടെ എന്തിനു വന്നു? പുഷ്പരാജ് ചോദിച്ചു. അതൊക്കെ പിന്നീട് പറയാം. ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ സ്വരത്തിൽ പരിഭ്രമം നീളിച്ചിരുന്നു. പുഷ്പരാജ് അവളെ പിന്തുടർന്ന് മുകളിലെത്തി. സന്ധ്യ കഴിഞ്ഞിരുന്നു. പകൽ മുഴുവൻ താൻ നിദ്രയിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. വിശപ്പ് ക്രമേണ അദ്ദേഹത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നു.
ഒരു കറുത്ത കാർ മുൻവശത്ത് ഒരു ചുവന്ന വെളിച്ചവുമായി കുറ്റിക്കാടിന്റെ മറവിൽ കിടപ്പുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ താങ്കളെ സന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിഞ്ഞുകൂടൂ. ഡ്രൈവർക്ക് കാർ വിടുവാൻ നിർദ്ദേശം കൊടുത്ത ശേഷം അവൾ പറഞ്ഞു. ഞാൻ ഇവിടെയുണ്ടെന്ന് സൗദാമിനി എങ്ങനെ അറിഞ്ഞു? പുഷ്പരാജ് ചോദിച്ചു. ഞാൻ അറിഞ്ഞത് ഒരുപക്ഷെ താങ്കൾ വിശ്വസിക്കുകയില്ല. ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ്. താങ്കൾ ആ ഗുഹയിൽ കഴിഞ്ഞുകൂടിയാണെന്ന് മനസ്സിലായത്. അതിനുള്ളിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ലോകം അറിയുകയില്ല. അത്രമാത്രം രഹസ്യമായ ഒരു സ്ഥാനമാണത്. അവൾ മുഖത്തേക്ക് പാറി വീണ തലമുടി പിന്നോട്ട് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ടേപ്പ് റെക്കോർഡിൽ നിന്നോ? പുഷ്പരാജ് അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് മോചനം ലഭിച്ച യൂഡിക്കോണിന്റെ പരമാണുക്കൾ അദ്ദേഹത്തിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അരിച്ചു കയറി. എണ്ണമയമില്ലാത്ത തലമുടിയിഴകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് 1-2 തവണ വഴുതി മാറി. അതെ, ഹോട്ടൽ സഖ്യയിലെ ഒരു മുറിയിൽ വെച്ച് ഞാൻ കേട്ടു. അതെങ്ങനെ? ഞാൻ അതിനടുത്ത മുറിയിലുണ്ടായിരുന്നു. ടേപ്പ് റെക്കോർഡർ വെച്ചിരുന്ന മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു സ്ത്രീയും 2 പുരുഷന്മാരും. അവരെന്തിനാണ് ടേപ്പ് റെക്കോർഡർ വെച്ചത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്നെക്കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ് സൗദാമിനിക്ക് പൂർണ്ണമായി ലഭിച്ചത്? ആദ്യം താങ്കളും വേറൊരു സ്ത്രീയും സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞപ്പോ അതിന്റെ തുടർച്ച എന്ന വണ്ണം ക്ഷേത്രത്തെക്കുറിച്ച് ആ സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. ക്ഷേത്രത്തെക്കുറിച്ച് അവർ സംസാരിച്ചപ്പോ അത് ആ സ്ഥലമാണെന്ന് ഭവതിക്ക് എങ്ങനെ തോന്നി? അതിന് കാരണമുണ്ട്. അതിലൊരാൾ അങ്ങോട്ട് പോകുന്ന മാർഗത്തെക്കുറിച്ച് തിരക്കിയപ്പോ അവൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ അറിഞ്ഞു. എന്നെക്കുറിച്ച് ആ സ്ത്രീയുടെ അഭിപ്രായം എന്തായിരുന്നു? താങ്കൾ അതിനുള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് അവൾ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അതാണ് ഞാൻ ഉടൻ പുറപ്പെട്ടത്. നഗരത്തിലെത്തിയപ്പോൾ ഹോട്ടൽ സൈക്കോയിലേക്ക് പോകുവാൻ സൗദാമിനി ഡ്രൈവറോട് പറഞ്ഞു. വരൂ, നമുക്ക് മാനേജറുടെ മുറിയിൽ പോകാം. അയാളുടെ ചെയ്തികൾ ശ്രദ്ധിച്ചു കൊള്ളണം. അവൾ മുന്നറിയിപ്പ് നൽകി. സ്വിച്ചിൽ വിരലമർത്തിയപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഒരു മങ്ങിയ ചില്ലുള്ള കണ്ണാടി ധരിച്ചുകൊണ്ട് മാനേജർ മേശപ്പുറത്ത് കിടന്ന ഒരു കടലാസിൽ എന്തോ വരച്ചുകൊണ്ടിരുന്നു. ഇരിക്കൂ, മാനേജർ തല ഉയർത്തി പറഞ്ഞു. പുഷ്പരാജ സൗദാമിനിയും ഇരുന്നു. ഇദ്ദേഹം? മാനേജർ പരിചയമില്ലാത്ത ഭാവത്തിൽ തിരക്കി. എന്റെ ഒരു സുഹൃത്ത് ഈ ഹോട്ടലിൽ നടന്ന ചില അജ്ഞാത സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. മാനേജറുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. സൗദാമിനി മുഖവരിയിട്ടു. തീർച്ചയായും, ഞാനും അതിനെപ്പറ്റി ഒരാളെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. താങ്കൾക്ക് ഞാൻ എല്ലാവിധ പിന്തുണയും നേരുന്നു. അദ്ദേഹം മേശപ്പുറത്തിരുന്ന കടലാസിൽ വരച്ചുകൊണ്ടിരുന്ന പൂർത്തിയാവാത്ത കൊക്കിന്റെ ചിത്രത്തിൽ കുറുകെ 4-5 വരകളിട്ടു. അത് ഇടതു കൈ കൊണ്ട് ചുരുട്ടിക്കൂട്ടി താഴെ വെച്ചിരുന്ന പ്ലാസ്റ്റിക് ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു. വീണ്ടും അദ്ദേഹം ഒരു കടലാസ് കൂടി എടുത്ത് അതിൽ പെൻസിൽ ഒടിക്കുവാൻ തുടങ്ങി. താങ്കൾക്ക് അവയെക്കുറിച്ച് എന്തെങ്കിലും ഊഹാപോഹങ്ങളുണ്ടെങ്കിൽ അതെന്നെ അറിയിച്ചാൽ ഉപകാരമായിരുന്നു. അതിനു മുമ്പൊരിക്കൽ വേറൊരു വേഷത്തിൽ മാനേജറെ സമീപിച്ചത് അദ്ദേഹം മറന്നു കഴിഞ്ഞുവെന്ന് പുഷ്പരാജിന് ഉറപ്പ് വന്നു. ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ സംഭവങ്ങൾക്ക് അധികം പബ്ലിസിറ്റി നൽകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് ഈ ഹോട്ടലിന്റെ നടത്തിപ്പിന് ഹാനികരമായി തീർന്നേക്കാൻ ഇടയുണ്ട്. പിന്നെ താങ്കൾക്ക് ഇവിടെ താമസിക്കാം, ഭക്ഷണം കഴിക്കാം. അതൊന്നും ഞാൻ ഈടാക്കുന്നില്ല. ഇതിന്റെ ഹേതു കണ്ടുപിടിച്ചാൽ മാത്രം മതി. മാനേജർ അടുത്തതായി കടലാസിൽ ഒരു ചെറിയ മത്സ്യത്തെ വരച്ചു. അതിനുശേഷം 2 വരകൾ അവയിൽ നിന്ന് മുകളിലേക്ക് 45 ഡിഗ്രി ചരിച്ച് വരച്ച് അതിന്റെ അഗ്രം ഒരു വൃത്തമാക്കി നടുക്കൊരു ബിന്ദു ഇട്ടു. വീണ്ടും അതിൽ നിന്ന് താഴേക്ക് പെൻസിൽ ഓടിക്കുവാൻ തുടങ്ങി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ? പുഷ്പരാജ് എണീക്കുവാൻ ഭാവിച്ചു. നിൽക്കൂ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. മാനേജർ റിസീവർ എടുത്തു. അതെ, താങ്കൾക്ക് റൂം നമ്പർ 13 തരപ്പെടുത്തിയിട്ടുണ്ട്. മാനേജർ എണീറ്റു. ഒരു വെയിറ്റർ അവിടെ കയറി വന്ന് വണങ്ങി. സാർ, റൂം റെഡി. ശരി, ഞാൻ വരുന്നു. പുഷ്പരാജ് സൗദാമിനിയും അവനെ അനുഗമിച്ചു. ഈ മുറിയിൽ വെച്ചാണ് ആ സംഭവം നടന്നത്, പുഷ്പരാജ് സൗദാമിനിയോട് പറഞ്ഞു. അതെ, ഞാനും അതോർത്തു. പക്ഷേ താങ്കൾക്ക് ഇത് നഷ്ടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ ഫാനിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തിയ ശേഷം അതിന്റെ വേഗത മീഡിയത്തിൽ നിയന്ത്രിച്ചു. എന്നെ അവിടെ കൊണ്ടുപോയി ബന്ധനത്തിലാക്കിയ ആ നർത്തകിയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഭൗതിക്ക് തരുവാൻ കഴിയുമോ? പുഷ്പരാജ് എണീറ്റ് ജനാലക്കരികിൽ പോയി നിന്ന് താഴേക്ക് കണ്ണയച്ചു. അല്പം അകലെ കായലിൽ മണ്ണിട്ട് നികത്തിയ ഭാഗത്ത് 2 പേർ നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. പുരുഷന്റെ കയ്യിൽ ഒരു ബൈനോക്കുലേഴ്സ് ഉണ്ടായിരുന്നു. അയാൾ ഹാർബറിൽ അടിഞ്ഞിട്ടുള്ള ചില വിദേശ കപ്പലുകളെ ദൂരദർശിനിയിൽ കൂടി വീക്ഷിക്കുകയും ഇടയ്ക്കിടെ അവളോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യുവതി മുട്ടിന് മുകളിലെത്തുന്ന ഒരു മടക്കുള്ള പാവാടയും കോളർ വെച്ച ബ്ലൗസും ധരിച്ചിരുന്നു. ഇടതു തോളിൽ കിടന്നിരുന്ന ഒരു ബാഗിൽ നിന്ന്
അവൾ ഇടയ്ക്കിടെ ടവലെടുത്ത് മുഖം മുപ്പിക്കൊണ്ടിരുന്നു. പുഷ്പരാജിന് അവരിൽ ഒരു പ്രത്യേകത തോന്നി. സൗദാമിനി, ഭവതി എന്റെ കൂടെ വരൂ. ഞാൻ തനിച്ചായാൽ നടപ്പില്ല. പുഷ്പരാജ് അവളെ ക്ഷണിച്ചു. എന്തിനാണ്? അവൾ തിരക്കി. വരൂ, പറയാം. അധികം വൈകാതെ അദ്ദേഹം സൗദാമിനിയെയും കൂട്ടി വാതിലടച്ച് പുറത്തിറങ്ങി. ഗേറ്റ് കടന്ന് അവർ ഇരുവരും നേരെ ആ സ്ത്രീയും പുരുഷനും നിന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. അവർ അവിടെ നിന്ന് തിരിഞ്ഞ് റോഡിൽ കയറി തെക്കോട്ട് നടന്നു. പാർക്കിൽ കയറി ഒരു പനയുടെ ചുവട്ടിലിരുന്നു. രാജാവിന്റെ പ്രതിമയ്ക്കടുത്തായി പ്രകാശിച്ചുകൊണ്ടിരുന്ന നിയോൺ വെളിച്ചം ആ യുവതിയുടെ പകുതി ഭാഗത്ത് പ്രകാശം പരത്തിയിരുന്നു. അയാൾ തികച്ചും നിഴലിനുള്ളിലായിരുന്നു. അവർ രണ്ടുപേരും അറിയാതെ പുഷ്പരാജ് സൗദാമിനിയും കൂടി അവർ ഇരുന്നതിന്റെ അല്പം അകലെയായി സംഭാഷണം ശ്രവിക്കത്തക്ക വിധത്തിലിരുന്നു. നിങ്ങളെ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എങ്ങനെ? ചില അടയാളങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. എന്താണവ? 6 അടി ഉയരം, സദാ ഇടതു ചുമൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. സിഗരറ്റ് അതരത്തിന്റെ വലതുവശത്ത് ചേർത്ത് പിടിച്ച് വലിക്കും. പോരെ? കൂടാതെ ഇടതു കൈ ഉപയോഗിച്ച് മാത്രമേ ബൈനോക്കുലസ് ഉപയോഗിക്കൂ. കൊള്ളാം, വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ നൽകുന്നത് കാര്യനിർവഹണത്തിന് അത്യാവശ്യമാണ്. താങ്കൾ ഏത് ഹോട്ടലിലാണ് മുറിയെടുത്തിരിക്കുന്നത്? യുവതി ചോദിച്ചു. അവരുടെ സംഭാഷണം അതീവ ശ്രദ്ധയോടെ പുഷ്പരാജ് സൗദാമിനിയും ശ്രവിച്ചുകൊണ്ടിരുന്നു. അതിപ്രധാനമായ ഏതോ രഹസ്യമായ സംഗതികളാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംസാരത്തിലെ അവ്യക്തത വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും അവരെ കണ്ടിട്ടുള്ളതായി പുഷ്പരാജിന് തോന്നിയില്ല. എങ്കിലും യുവതി പരിസരത്ത് തന്നെ ഉള്ളതാണെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. കിഴക്കുള്ള തിരക്കേറിയ പാതയിൽ കൂടി ജനം പല ലക്ഷ്യങ്ങളിലേക്ക് ഒന്നു ചേർന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് പിരിയുകയും ഒന്നിക്കുകയും ചെയ്ത് ആളുകൾ പരസ്പര ബന്ധമില്ലാതെ തമ്മിൽ സംസാരിക്കാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിൽ ഇന്നത്തെ ഇര ലഭിക്കാത്ത അഭിസാരികളും ഉണ്ടായിരുന്നു. വില കുറഞ്ഞ സെന്റും പൗഡറും പൂശി അവർ ഒറ്റപ്പെട്ട തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് അടുത്തുകൂടി ചെറുപ്പക്കാർ തനിയെ കടന്നു പോകുമ്പോൾ ചുമച്ച് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ചിലർ തിരിഞ്ഞു നിന്ന് അടയാളം നൽകുമ്പോൾ അവർ പിന്നാലെ അല്പദൂരം നടക്കുകയും പിന്നീട് അടുത്തടുത്ത് സംസാരിച്ചുകൊണ്ട് അകലുകയും ചെയ്തു. ഇവരുടെ സംസാരത്തിൽ നിന്ന് അത്തരത്തിൽപ്പെട്ട ഒരു കൂട്ടുകെട്ടല്ല അവരെ തമ്മിൽ അടുപ്പിച്ചിരിക്കുന്നതെന്ന് സംസാരത്തിലെ ആശയം വെളിവാക്കിയിരുന്നു. ഏതോ ഗൂഢമായ ഉദ്ദേശം അതിന്റെ പിന്നിൽ നിഴൽ വിരിച്ചിട്ടുണ്ടെന്ന് പുഷ്പരാജിന് ബോധ്യമായി. മുൻകൂട്ടി ആരോ തയ്യാറാക്കിയ ഒരു രഹസ്യ നാടകത്തിലെ അപ്രധാനമല്ലാത്ത 2 കഥാപാത്രങ്ങളാണ് അവരെന്ന് പുഷ്പരാജ് തീരുമാനിച്ചു. അവൾ അയാളെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അയാളെ കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങൾ നേരത്തെ അവൾക്ക് ലഭിച്ചിരുന്നുവെന്നും തീർച്ചയാണ്. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? പുഷ്പരാജിന്റെ അന്തർഗതം പിറുപിറുത്തു. ഇല്ല, സ്ഥിരമായി ഞാൻ മുറിയെടുത്തില്ല. ഒരു ദിവസത്തേക്ക് മാത്രമായി ഹോട്ടലിൽ മുറിയെടുത്തു. അതിൽ കൂടുതൽ സൗകര്യമുള്ള ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറുന്നതിൽ വിരോധമില്ല. അയാൾ അവളുടെ അഭിപ്രായത്തിന് കാത്തു. ഞാനത് അങ്ങോട്ട് പറയണമെന്ന് കരുതിയതാണ്. അവിടെ നിന്നും താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവൾ ചോദിച്ചു. ഒരു സ്ത്രീയെ പരിചയപ്പെടും, അവരുടെ ഇംഗിതത്തിന് വഴങ്ങുക എന്ന് മാത്രം പറഞ്ഞിരുന്നു. പക്ഷേ സൂട്ട് കേസുമായി ടൗണിൽ കൂടി നടക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എപ്പോഴും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഭവതിയെ സന്ധിച്ചതിന് ശേഷം സൗകര്യമുള്ള സ്ഥാനം കണ്ടുപിടിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. ഏതാണ് ഭവതിയുടെ അഭിപ്രായത്തിലുള്ള ഹോട്ടൽ? അയാൾ അന്വേഷിച്ചു. ഹോട്ടൽ സൈക്കോ. അവൾ ആ പേരുച്ചരിച്ചപ്പോൾ അറിയാതെ ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ രോമകൂപങ്ങളിൽ വിയർപ്പ് പൊടിഞ്ഞു. ഹോട്ടൽ സൈക്കോ, കൊള്ളാം, നല്ല പേര്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പേരാണത്. കൂടാതെ ഒരു നിഗൂഢതയും അതിൽ അന്തർലീനമായിട്ടുണ്ട്. അവിടെയാണോ ഭവതി താമസിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥലത്ത് ഞാൻ കഴിഞ്ഞുകൂടാറില്ല. അത് ശരിയുമല്ല. പക്ഷേ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഞാൻ സൈക്കോയിൽ കഴിയാറുണ്ട്. ഹോട്ടൽ സൈക്കോയുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നാൽ കൂടി ലോകം അറിയുകയില്ല. അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു കോട്ടയ്ക്കകം പോലെയാണത്. അവിടെ മുറി കാണുമോ? അയാൾ ചോദിച്ചു. കാണാതിരിക്കയില്ല. ഇന്ന് ക്യാബറയുള്ള ദിവസമല്ലാത്തതുകൊണ്ട് റൂം ഒഴിവുണ്ടേക്കും. നമുക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ചിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് മാറിക്കളയാം. അപ്പോൾ ഭവതി സ്ഥിരമായി എങ്ങും താമസമല്ലേ? ഇല്ലല്ലോ. ഐലൻഡിൽ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതായിട്ടുള്ള രേഖ. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഹോട്ടലിലായിരിക്കും. കാര്യമായ ബിസിനസ്? അയാൾ ചോദിച്ചു. അത് കേട്ടാൽ താങ്കൾ അത്ഭുതപ്പെടും. അതൊന്നും? ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് ഫേമിൽ ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. മാസം 2000 രൂപയോളം ശമ്പളം കിട്ടും. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുവാനാണ്? ഒരു ജോഡി ഉടുപ്പ് തുന്നിക്കണമെങ്കിൽ കുറഞ്ഞത് 500 രൂപയെങ്കിലും ആവില്ലേ? അപ്പൊ പിന്നെ 1000 എന്ത് ചെയ്യുവാനാണ്? ശരിയാണ് ഭവതി പറഞ്ഞത്.
പബ്ലിക്കിൽ ഇടപെടുന്ന ഒരു യുവതിക്ക് കുറഞ്ഞത് 3000 രൂപയെങ്കിലും വേണം. പക്ഷേ ഞങ്ങളുടെ മാനേജർ അക്കാര്യത്തിൽ അജ്ഞനാണ്. ഒരു രാത്രി അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി 1500ഉം 2000ഉം നൽകും. യാതൊരു മടിയുമില്ല. ഒരിക്കൽ ബോംബെയിൽ നിന്ന് വന്ന ഒരു ക്യാബറെ നർത്തകിക്ക് ഒറ്റ രാത്രിയിൽ 1000 രൂപ അദ്ദേഹം നൽകി. എന്താണ് നിങ്ങളുടെ കമ്പനിയിലെ ബിസിനസ്? പഴങ്ങൾ കയറ്റി അയക്കുക. പ്രധാനമായും മാമ്പഴമാണ്. അത് നല്ല ലാഭമുള്ള ബിസിനസ് ആണോ? ലാഭകരമായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന പഴവർഗ്ഗങ്ങൾ മോശമായി പോയെന്നുള്ള കാരണത്താൽ തിരികെ വരാറുണ്ടോ? ഉണ്ട്, എങ്കിലും കമ്പനിക്ക് നഷ്ടമില്ല. അതാണ് ലാഭകാരണവും. അതെന്താണ്? അവൾ തിരക്കി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.